അഴിമതി കേസിൽ തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമിക്ക് തിരിച്ചടി. ഹൗസിംഗ് ബോർഡ് അഴിമതി കേസിൽ പുനർവിചാരണ നടത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് സ്വമേധയാ എടുത്ത റിവിഷൻ നടപടിയിലാണ് വിധി. കേസിൽ മന്ത്രിയുടെ ഇടപെടലുണ്ടായാൽ റിമാൻഡ് ചെയ്യാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനേഷ്, എന്താണ് ഈ ഹൈക്കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങൾ? വേണു 2006-11 കാലഘട്ടത്തിൽ ഹൗസിംഗ് ബോർഡ് മന്ത്രിയായിരിക്കെ ക്രമവിരുദ്ധമായി വീട് അനുവദിച്ചു എന്നുള്ളതാണ് ഈ കേസ്. അത് വിചാരണ കോടതി, അതായത് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന വിചാരണ കോടതി അത് ഈ മന്ത്രിയെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഈ കേസാണ് സ്വമേധയാ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ്, മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് എടുത്തത്. ഇതിന്റെ വാദങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. അതിന്റെ വിധിയാണ് എന്തായാലും ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വിധിയിൽ പറയുന്നത് വിചാരണ നേരിടണം, ട്രയൽ നേരിടണം. വീണ്ടും അതിന്റെ ട്രയലിന്റെ വിശദാംശങ്ങൾ കൃത്യമായി മദ്രാസ് ഹൈക്കോടതിയുടെ രജിസ്ട്രാറെ കൃത്യമായി തന്നെ അറിയിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ, അതായത് മന്ത്രി എന്ന നിലയിലോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ ട്രയലിനെ ബാധിക്കുന്ന തരത്തിൽ കണ്ടെത്തിയാൽ റിമാൻഡ് ചെയ്യാം, മന്ത്രിയെ റിമാൻഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അതായത് കൃത്യമായി ഓരോ ദിവസവും നടക്കുന്ന ട്രയലിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിക്കണം എന്നുള്ള കാര്യവും എന്തായാലും ഈ ഒരു വിധിയിൽ പറയുന്നു. സ്വമേധയാ എടുത്ത കേസാണ്. അത് ഇത്തരത്തിൽ നേരത്തെ നമുക്കറിയാം, മന്ത്രി കെ പൊന്മുടിയെ ശിക്ഷിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പോയിരുന്നു. അസമാനമായ രീതിയിലാണ് എന്തായാലും ഈ ഒരു കേസ് ഉള്ളത്. രണ്ട് മന്ത്രിമാർക്കെതിരെ കൂടി നിലവിൽ സ്വമേധയാ കേസുണ്ട്. മാത്രമല്ല മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പനീർസെൽവം, അതുപോലെ തന്നെ അണ്ണാ-ഡി-എം-കെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വി വളർമതി തുടങ്ങിയ ആളുകൾക്കെതിരെയുള്ള ട്രയൽ ഈ മാസവും അടുത്ത മാസവും ഒക്കെയായി നടക്കാനുമുണ്ട്. എന്തായാലും ജനപ്രതിനിധികൾക്കെതിരായി ഈ പറഞ്ഞ ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ തീർപ്പാക്കിയ കേസുകളിലാണ് സ്വമേധയാ മദ്രാസ് ഹൈക്കോടതി കേസെടുക്കുകയും ഇത്തരത്തിലുള്ള വിധികൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. അതായത് വളരെ വേഗത്തിൽ തന്നെ ട്രയൽ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. മനേഷ്, ഈ AIADMKയുടെ നേതാക്കന്മാർക്കെതിരെ അഴിമതി കേസുകളും ആനന്ദ് വെങ്കടേഷിന്റെ ബെഞ്ചിലേക്ക് തന്നെയാണോ വരുന്നത്? എല്ലാ കേസുകളും വേണു സ്വമേധയാ എടുത്ത കേസുകളാണ്. മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസുകളാണ്. അതായത് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന കോടതികളിൽ കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന ഒരു നിലയുണ്ട്. അത് ഓരോ ഭരണവും മാറി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു നിലയാണ്. ആ കേസുകളാണ് മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ റിവിഷൻ കേസായി പരിഗണിക്കുകയും അതിനുശേഷം അതിന്റെ വാദം പൂർത്തീകരിച്ചുകൊണ്ട് വിധിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. നമുക്കറിയാം, നേരത്തെ മന്ത്രി കെ പൊന്മുടിയുടെ കേസിൽ സമാനമായ രീതിയിൽ 3 വർഷത്തെ തടവും 50 ലക്ഷം രൂപ പിഴയും പൊന്മുടിക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും വിധി ഉണ്ടാവുകയും ചെയ്തിരുന്നു. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. സമാനമായി തന്നെയാണ് ഇപ്പോൾ ഐ പെരിയസ്വാമിക്കെതിരെ ഈ തരത്തിലൊരു വിധിയും വന്നിരിക്കുന്നത്. എല്ലാ കേസുകളും, അതായത് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ഒത്തുതീർപ്പാക്കുന്നത് രൂക്ഷമായ വിമർശനം ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ ഭാഗത്തു നിന്നും ഈ വിചാരണ കോടതിക്കെതിരെ, കീഴ്ക്കോടതിക്കെതിരെ ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതായത് ഭരണം മാറുമ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, ഭരണത്തിന് അനുകൂലമായ അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെട്ട കേസുകളാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനം മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകൾ എടുക്കുകയും ഇപ്പോൾ ഈ വിധിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു മന്ത്രിക്ക് എതിരെ കൃത്യമായ ശിക്ഷാവിധി ഉണ്ടായി. ഈ കേസിലാണെങ്കിൽ ഇപ്പോൾ കൃത്യമായ അർത്ഥത്തിൽ തന്നെ വീണ്ടും ട്രയൽ നടത്തണം. ആ ട്രയലിന്റെ വിശദാംശങ്ങൾ എല്ലാ ദിവസവും മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും ഈ ഒരു വിധിയിൽ ഇപ്പോൾ പറയുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.